ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാം കൃതി സമവാക്യങ്ങളിലെ പേജ് 92-ലെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം, വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 centimeter ഷോർട്ടർ ദാൻ twice the side perpendicular to it and the hypotenuse is 1 centimeter longer than twice the length of this side. What are the length of the sides? രണ്ടാമത്തെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അപ്പം ചോദ്യമൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. നമുക്ക് അത് ചെയ്യാൻ നോക്കാം. വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? റൈറ്റ് ട്രയാങ്കിളിനെ ബേസ് ചെയ്താണ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിരിക്കുകയാണ്. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 1 ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഇതാണ് റൈറ്റ് ട്രയാങ്കിൾ. വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ, അതിൻ്റെ ഒരു വശം മറ്റ് ലംബവശത്തിൻ്റെ 2 മടങ്ങിനേക്കാൾ 1 കുറവാണ്. ഇത് രണ്ടും ലംബവശങ്ങളാണ്. ഈ വശം എക്സ് എന്നെടുത്താൽ ഇതിനേക്കാൾ 2 മടങ്ങിനേക്കാൾ 1 കുറവാണ് ഈ വശം, മറ്റേ ലംബവശം. കർണമാകട്ടെ ഈ വശത്തിൻ്റെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. നമുക്ക് ഈ ചിത്രത്തിൽ ത്രികോണത്തിന് പേര് കൊടുക്കാം. ABC is the triangle. AB equals 2x minus 1, BC x and AC 2x plus 1. We can apply Pythagoras theorem here since it is a right angle triangle. നമുക്ക് ഇതിൽ BC പാദം എന്താണ്? പാദമാണ് അല്ലേ? പാദവശം. ഇത് ലംബവശം, ഇത് കർണം. ലെറ്റ് BC equals x, then AB equals 2x minus 1 and AC equals 2x plus 1. ഇതെല്ലാം ചോദ്യത്തിൽ തന്നിരിക്കുന്നതനുസരിച്ച് നമ്മൾ എഴുതിയതാണ്. ഒരു വശം എക്സ് എന്നെടുത്താൽ അതിൻ്റെ ലംബവശമാണ് ഇത്. ഇതാണ് എക്സ് എന്നെടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരും, പുറത്ത് വരും. 2x minus 1 ഇവിടെ വരും. നമുക്ക് ഇത് രണ്ടും ലംബവശങ്ങളായതുകൊണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം എക്സ് ആയിട്ട്. എന്നിട്ട് എന്താ പറയുന്നത്? വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തൂടെ? ബൈ പൈതഗോറസ് തിയറം എന്താണ്? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. AC സ്ക്വയർ, AC എത്ര? 2x plus 1 equals BC x square plus 2x minus 1 whole square. ഇങ്ങനെ എഴുതാം. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a plus b whole square, a square plus 2ab plus b square equals x square plus ഇത് അതുപോലെ തന്നെ a square minus 2, ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് 2ab plus b square. ഓക്കെ, ഇത് നമുക്കിത് എക്സ്പാൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം എങ്ങനെ എഴുതാം? 4x square plus 4x plus 1 equals എന്താണ്? x square plus 4x square. ഇതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. 4x plus 1, രണ്ട് സൈഡിൽ നിന്നും 4x square ക്യാൻസൽ ആക്കാം. പിന്നെ എന്താ ഉണ്ട്? പ്ലസ് 1ഉം മൈനസ് പ്ലസ് 1 ഒരേ സൈൻ ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിന് ഇപ്പുറത്തുണ്ടാകുമ്പോൾ -1 ആവും, 0. 1 minus 1 0. ഈ 4 അത് വേണമെങ്കിൽ ഈ 4x ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് രണ്ടും സെയിം സൈൻ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് ഇവിടെ നമുക്ക് ഈ 4xനെയും കൂടെ അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? x square minus 4x equal to 0. x square minus 8x equal to 0. ഇതിൽ നിന്ന് ഒരു x കോമൺ ഫാക്ടർ എടുക്കുക. x minus 8 is equal to 0.
ഇതിൻ്റെ മീനിങ് എന്താ? എക്സിൻ്റെ x-8 is equal to 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഒന്നുകിൽ x0 or x-8 is equal to 0. x is equal to 0 or x-8 is equal to 0. x 0 ആകാൻ പറ്റുമോ? ഇല്ല. ഇനി x-8 0 ആകുമ്പോൾ x is equal to 8 എന്ന് കിട്ടും. നമ്മൾ ബി സി ആണ് എക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് എഴുതാം ബി സി ഈക്വൽസ് 8. അപ്പോൾ നമുക്കിത് തന്നിരിക്കുന്ന അളവൊക്കെ സെൻറ്റിമീറ്ററിലാണ്. 8 സെൻറ്റിമീറ്റർ. എ ബി ഈക്വൽസ് 2x minus 1, 2 into 8 minus 1, 16 minus 1 equals 15 centimeter. ഇനി എ സി 2x plus 1 equals 2 into 8 plus 1. എത്ര കിട്ടും? 16 plus 1 equal to 17. അപ്പോൾ നമുക്ക് 3 സൈഡും കിട്ടി. നമുക്ക് സൈഡ്സ് എഴുതാം. എന്തൊക്കെയാണ്? 8, 15, 17. Sides are 8 centimeter, 15 centimeter, 17 centimeter. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ആൻസർ. സൈഡ്സ് ആർ 8 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ ആൻഡ് 17 സെൻറ്റിമീറ്റർ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം. എ പോൾ 2.6 meters long leans against a wall. The foot of the pole is 1 meter away from the wall. When the foot of the pole was pushed a little down, the top end slide down by the same length. How much was the foot moved? അതായത് ആ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് വലിച്ച് താഴ്ത്തുമ്പോൾ ഈ നീളം ഇങ്ങോട്ട് നീങ്ങും അല്ലേ? അതാണ് പറയുന്നത്. അപ്പം നമുക്ക് ചെയ്യുമ്പോഴേ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം വായിച്ചായിരുന്നല്ലോ അല്ലേ? അപ്പം അതിൻ്റെ അകത്തൊരു ചിത്രമുണ്ട്. ചിത്രം വരയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഇത് ഗ്രൗണ്ട്, ഇത് വോള്, ഇത് പോള്. ഇതിൻ്റെ ലെങ്ത് 2.6 meter. ഇവിടെ നിന്നുള്ള അകലം, ചുവട്ടിൽ നിന്ന് ഭിത്തിയിലേക്കുള്ള അകലം 1 meter. എന്തായാലും തൂണോ ഏണിയോ എന്തായാലും ചാരി വെക്കുകയാണെങ്കിൽ സ്ലാൻഡിങ് ആയിട്ട് ചാരി വെക്കാൻ പറ്റും അല്ലേ? ഇങ്ങനെ കുത്തനെ വെച്ചാൽ ഇരിക്കോ? ഇല്ല, ചരിച്ചേ വെക്കാൻ പറ്റും. പിന്നെ എന്താ പറയുന്നത്? ഈ മുകളറ്റം കുറച്ചുകൂടെ അങ്ങോട്ട് വലിക്കുകയാണ്. വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വലിക്കുമ്പോൾ എന്താ പറ്റും? ഈ ചുവടറ്റം അങ്ങോട്ട് വലിക്കുമ്പോൾ ഈ മുകള് താഴോട്ട് ഇറങ്ങി വരും അല്ലേ? അങ്ങനെ ആണ്ടേ ഇങ്ങനെ വന്നു. പക്ഷെ ആ ലെങ്തിന് മാറ്റം ഉണ്ടോ? ഇല്ല. പോളിൻ്റെ ലെങ്ത് 2.6 meter തന്നെ. എന്നിട്ട് എന്താ പറയുന്നത്? ഹൗ മച്ച് വാസ് മൂവ്ഡ്? എത്ര നീങ്ങി എന്നാണ് ചോദിക്കുന്നത്. എത്ര നീങ്ങി? വെൻ ദ ഫുട്ട് ഓഫ് ദ പോൾ വാസ് പുഷ്ഡ് എ ലിറ്റിൽ, ദ ടോപ്പ് എൻഡ് സ്ലൈഡ് ഡൗൺ ദ സെയിം. അപ്പം നമ്മളിവിടെ വലിച്ച് നീക്കിയപ്പോൾ ഇവിടെ എത്രയാണോ മാറ്റം വന്നത് അത്രയും മാറ്റമാണ് ഇവിടെയും വന്നത്. ഹൈറ്റ് കുറഞ്ഞു. അത്രയും കുറവ് എത്രയാണോ കുറവ് ആ നീളം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. 2 meter ആണ് താന്നെങ്കിൽ ഇവിടെ 2 meter കൂടിയിട്ടുണ്ട്. 3 meter ആണ് താന്നെങ്കിൽ 3 meter ഇവിടെ കൂടിയിട്ടുണ്ട്. ഓക്കെ. ആകെ 2.6 meter ലെങ്ത് ഉള്ള സാധനമാണ്, പോളാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ട് സെയിം ആയതിന് ഇതിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം അല്ലേ? ആ ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ലെങ്ത് ഓഫ് ദ തന്നിരിക്കുന്ന എക്ക് എഴുതാം. ലെങ്ത് ഓഫ് ദ പോൾ തന്നെ റോഡെന്ന് പറയാം 2.6 meter. എന്നിട്ട് ഇത് എക്സ് എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ദ distance of the foot of the pole to the wall, ഭിത്തിയിലേക്കുള്ള ദൂരം അകലം ഈക്വൽസ് 1 meter. ഈ അകലം 1 meter എന്ന് പറയുന്നുണ്ട്. 1 meter, ഇത് 2.6 meter.
പിന്നെ ഡിസ്റ്റൻസ് മൂവ്ഡ്, ദ ഫുഡ് മൂവ്ഡ്, ലെറ്റ് ദ ഫുഡ് മൂവ്ഡ് at a distance of x meters. x meters ആണ് നീങ്ങിയെന്ന് ഇരിക്കട്ടെ. അപ്പം നമുക്കിനി ഇതിനെ ഒരു ഇക്വേഷൻ ആക്കണ്ടേ? എങ്ങനെയാണ് ഇക്വേഷൻ ആക്കുന്നത്? ഇവിടെ നമുക്ക് റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ, ഇത് ലംബമല്ലേ, അപ്പോൾ ഇത് 90. നമുക്ക് പൈതോറസ് തിയറം അപ്ലൈ ചെയ്തൂടെ? ഇതാണ് ഈ ലെങ്ത് അറിയോ? ഇതിനൊക്കെ നമുക്ക് പേര് കൊടുക്കാം. എ ബി സി. ആദ്യം സി എന്ന് കൊടുക്കാം, ഇതിന് ഡി എന്നും ഇതിന് ഈ പോയിന്റിന് ഇ എന്നും കൊടുക്കാം. അപ്പം എ ഡി ഈസ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. എ ഡി ഈക്വൽസ് സി ഈക്വൽസ് എക്സ് എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ട്രയാങ്കിൾ എ ബി സി എടുക്കുക. ഇൻ ട്രയാങ്കിൾ എ ബി സി കർണം സ്ക്വയർ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് 2.6 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. ഇതിൽ നിന്ന് എ ബി സ്ക്വയർ എന്നാൽ എ ബി കണ്ടുപിടിച്ചൂടെ? therefore AB square is equal to 2.6 whole square minus 1 square. എത്ര വരും? ഇതിപ്പം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ കണ്ടുമ്പോൾ ഇത്ര 6.76 minus 1. അപ്പം therefore AB is equal to 6.76 minus 1 is 5.76 എന്ന് കിട്ടും. ഇനി എ ബി കണ്ടുപിടിക്കണം. എ ബി ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് 5.76. 576 റൂട്ട് 24. അപ്പം പോയിന്റ് ഒരു പ്ലേസ് പോയിന്റ് കൂടെ ഇടുക, 2.4 എന്ന് കിട്ടും. എ ബി ഈസ് ഈക്വൽ ടു 2.4 മീറ്റർ എന്ന് കിട്ടി. ഇത് നമുക്ക് എന്താണ് ബി ഡി കണ്ടുപിടിച്ചൂടെ? ബി ഡി ഈസ് ഈക്വൽ ടു എ ബി മൈനസ് എ ഡി. ഈ മൊത്തം നീളം കിട്ടി. ഇനി ഇത് കണ്ടുപിടിക്കാൻ എന്ത് വേണം? വലുതിൽ നിന്ന് ഈ ചെറുത് കുറയ്ക്കണം. എ ബി മൈനസ് എ ഡി ഈക്വൽസ് 2.4 മൈനസ് എക്സ്. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ ബി ഡി ഇ, അവിടെയും പൈതോറസ് തിയറം. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഡി എത്ര? 2.6 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി എത്ര? ഈ മൊത്തം നീളം സി എക്സ്, ബി സി 1, അപ്പോൾ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ബി ഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ്ടേ അത് തന്നെ എഴുതാം. 2.4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുമ്പം 6.76 ഈക്വൽസ് ഇത് എക്സ്പാൻഡ് ചെയ്യുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് ഇത് എത്ര കിട്ടും? 2.4ൻ്റെ സ്ക്വയർ വരുമ്പോൾ 5.76 മൈനസ് 2 AB 2.4 ഇൻറ്റു 2 4.8 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. എത്ര വരും? അറേഞ്ച് ചെയ്യുക. 6.76 ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ പ്ലസ് പിന്നെ ഇവിടെ നോക്കിക്കേ 4.8ഉം 4.8 2 അപ്പോൾ എത്ര വരും? 2.8 മൈനസ് 2.8x ഇവിടെ പ്ലസ് 1 പ്ലസ് 5.76 അപ്പം പ്ലസ് 6.76 എന്ന് കിട്ടും. നോക്കിക്കേ രണ്ട് വശത്തും 6.76 ഉണ്ട് അല്ലേ? കട്ട് ചെയ്യാം. നമുക്ക് എന്താ കിട്ടും? 2x സ്ക്വയർ മൈനസ് 2x സ്ക്വയർ മൈനസ്
2.8x ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൽ നിന്ന് 2 കൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യുമ്പം രണ്ട് ടേമിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടേക്ക് 2 ആസ് കോമൺ ഫാക്ടർ യു വിൽ ഗെറ്റ് x² മൈനസ് 1.4x is equal to 0. രണ്ടിനും എക്സ് കോമൺ ഫാക്ടർ എടുക്കുക. അപ്പോൾ എന്താ കിട്ടും? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1.4 ഈക്വൽ ടു 0. എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. Therefore, എക്സ് മൈനസ് 1.4 ഈസ് ഈക്വൽ ടു 0. എക്സ് ഈസ് ഈക്വൽ ടു ഈ 1.4 അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ പ്ലസ് 1.4. എക്സ് ഈസ് ഈക്വൽ ടു 1.4 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് എത്രയാണ് നീക്കിയത്? മോളിൽ നിന്ന് 1.4 താഴോട്ടിറങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ട് 1.4 മീറ്റർ കൂടി. ഓക്കെ, ഡിസ്റ്റൻസ് മൂവ്ഡ് ഈക്വൽസ് 1.4 മീറ്റർ. ഇതൊരു വലിയൊരു ചോദ്യമായിരുന്നു. അപ്പം നമ്മളിന്ന് 2, 3 ചോദ്യം ചെയ്ത് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ബാക്കി ഇനി ഈ എക്സസൈസിൽ 2 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. Till then, bye. Okay.